تبعث من نفنيت بسلي وسلم تسليما كثيرا كثيرا آمين. അർഹമുറായുമായ അല്ലാഹ് ഞങ്ങളുടെ ഫാത്തിഹ ഇഖ്ലാസ് മുബത്തൈനി ഓതി അല്ലാഹ് സ്വലാത്ത് ചൊല്ലി അല്ലാഹ് ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും നിന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സന്നിധിയിലേക്ക് യാ അല്ലാഹ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അതുപോലെ അമ്പിയാക്കന്മാർ, ശുഹദാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ബദരീങ്ങൾ, ഉഹദീങ്ങൾ, സയ്യിദുനാ ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഷെയ്ഖുനാ ഗൗസുൽ അഅ്ലം ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ്, മറ്റുള്ള ഔലിയാക്കന്മാർക്കുള്ള ഹളറാത്ത് അർവാലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. യാ അല്ലാഹ് മേൽപ്പറയപ്പെട്ടവരെ ഖജാഹ് ബറക്കത്ത് കൊണ്ട് ഈ റമദാൻ മാസത്തിന്റെ ഹുർമത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഞങ്ങളോട് ദുആ കൊണ്ട് ചെയ്തവരിൽ നിന്ന് വന്നുപോയി ചെറുതും വലുതും മറിഞ്ഞു മറിയാതെ വന്നുപോയി ദോഷം നീ പുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങളിൽ ഒരാളെയും പെട്ടെന്ന് മരിപ്പിച്ച് കളയല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ആയുസിന്റെ പൊരുത്തത്തിലായി നീട്ടിത്തരണേ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എൻ്റെ അളിയൻ അലി, അതുപോലെ തന്നെ അവരുടെ സഹോദരന്മാരുടെ വാപ്പ മൊഹിദിൻകുട്ടി ഹാജി, അദ്ദേഹം ഇന്ന് ആരുടെ മണ്ണിലാണ് റബ്ബെ. ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള സെല്ലാത്തുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അതുപോലെ തന്നെ എൻ്റെ അളിയൻ അവരുടെ സഹോദരൻ അബ്ദുൽ ഖാദർ ഹാജി അളിയൻ ഇന്നും മരണപ്പെട്ട ആരുടെ മണ്ണിലാണ് റബ്ബെ. അല്ലാഹുവേ ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും അദ്ദേഹത്തിന്റെ ഖബറിലേക്കും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർ എന്തെങ്കിലും അദാബിലാണെങ്കിലും നീക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇവരുടെ ഉമ്മാക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഒരുപാട് കാലം ആ ഉമ്മയെ കണ്ട് സന്തോഷിക്കാൻ യാ അല്ലാഹ് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങൾക്കുള്ള മാതാപിതാക്കൾ, ഞങ്ങൾക്കുള്ള കുടുംബക്കാർ മരണപ്പെട്ടിരുന്ന ആരുടെ മണ്ണിലാണ് റബ്ബേ. അവർക്കുള്ള ഖബറിലേക്ക് റൂഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവരുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ ഹുർമത്ത് കൊണ്ട് അവരെ ഖിയാമത്ത് നാൾ വരെ നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഈ ഷോഫിൽ നീ ബറക്കാത്ത് ഫുതൂഹാത്തുകൾ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ, ഇതിന്റെ ഉടമസ്ഥർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെയും തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങാൻ അവർക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇവരുടെ ബിസിനസ്സിൽ നീ പുരോഗതി നൽകണേ അല്ലാഹ്. യാതൊരു പ്രയാസമോ ഞെരുക്കമോ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഇവരുടെ മക്കൾക്ക് നാഫിയായ ഇൽമു നൽകണേ അല്ലാഹ്. മക്കളെ മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ അവസാനം മരിപ്പിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ജുമുഅ ദിവസമോ രാത്രിയോ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള മയ്യിത്ത് ഖബറിൽ വെച്ചാൽ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിക്കുന്ന കൂട്ടത്തിൽ ഒരു ചോദ്യമുണ്ട്. മനി റജുല്ലദീ ബുഇസ ഫീക, അയക്കപ്പെട്ടവരാൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അതാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഹബീബ്